എൻ്റെ ബ്രദർ ഒരു 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 സ്റ്റോറി ചെയ്തു, ഫിലിമാണ്. ഞാനിപ്പോൾ അതിൽ മുഴുവൻ റിവീൽ ചെയ്യുന്നില്ല, എന്നാലും ചില ഭാഗം പറയാം. അവൻ ചെന്നിട്ട് കേരളത്തിൽ തന്നെ ഏറ്റവും നല്ല നമ്മൾ ബഹുമാനിക്കുന്ന ഒരു ആക്ടറുടെ അടുത്ത് ഇത് പ്രസൻറ്റ് ചെയ്യുകയാണ്. ഇവൻ ലൈഫിൽ ആദ്യമായിട്ട് അവനൊരു കഥ എഴുതുന്നത്. ഈ കഥ എഴുതി കഴിഞ്ഞ് ലൈഫിൽ സിനിമ എന്താണെന്നറിയാത്ത, അതിൻ്റെ പുറകെ വർക്ക് ചെയ്യാത്ത അവനെ കൊണ്ടുപോയിട്ട് കഥ വായിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഈ കേൾക്കുന്ന ഇയാൾ അത്രയും റെക്കണിങ് സ്റ്റാറാണ്. അപ്പോൾ അയാൾ പറയാണ്, ഈ കഥ നീ പറഞ്ഞു ഞാൻ കേട്ടു, പക്ഷെ ഞാൻ ചെയ്യാം, പ്രൊവൈഡഡ് നീ അതിൻ്റെ ഡയറക്ടർ ആവണമെങ്കിൽ. ഇവൻ ഓൾമോസ്റ്റ് ഫെയിൻറ്റ് ചെയ്തു എന്നുള്ളതാണ്, ബോധം പോയ അവസ്ഥയാണ്. അവൻ ലൈഫിൽ ഇത് അറിയില്ലല്ലോ. അപ്പോൾ അയാൾ പറഞ്ഞു, ഇതിൽ ഒരു എസൻസ് ഉണ്ട്, ആ എസൻസ് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ നീ തന്നെ ചെയ്യണം. അതുപോലെ ഓൺട്രപ്രണേഴ്സിൻ്റെ ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പിച്ച് അത് അവർ ചെയ്യുന്നതിനേക്കാളും എഫക്റ്റീവായിട്ട് ആർക്കും ചെയ്യാൻ കഴിയില്ല. കാരണം അവർ ദേ ലിവ് വിത്ത് ദാറ്റ്, ദ ബ്രീത്ത്, ഈ ട്രെയിൻ എല്ലാം അവർ അതിൽ നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് ആ ഇൻവെസ്റ്റ്മെൻറ്റ് പിച്ച് ചെയ്യാനുള്ള, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സ്കില്ലും കൂടി വന്നു കഴിഞ്ഞാൽ അവർ ദേ വിൽ ബ്രിങ് ഔട്ട് വണ്ടേഴ്സ് ആൻഡ് മിറാക്കിൾസ്.